സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനങ്ങൾ എപ്പോഴെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, ദുരിതം അനുഭവിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം നേതൃത്വം കൊടുത്ത സഹകരണ മേഖലയെ അതിന്റെ ഏറ്റവും നൂതനമായ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി വിശദമായി സൂചിപ്പിച്ചു. ഓരോ ജീവിത മേഖലകളിലും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി സമയോചിതമായി അത് പരിഹരിക്കാനും ഇടപെടാനും കഴിയുന്നു എന്നതാണ് കേരളത്തിന്റെ സഹകരണ മേഖലയുടെ ഏറ്റവും നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട ശ്രീ വി.എൻ. വാസവൻ അവർകൾ പ്രിയപ്പെട്ട വാസഞ്ചേരനെ ഈ കണ്ണീർ പന്തലിന്റെ ഔപചാരികമായ നമ്മുടെ സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണ്, നമുക്കറിയാം. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിലൊന്നായി കോട്ടയം മാറിയിരിക്കും. കോട്ടയത്ത് വിശേഷിച്ചും വലിയ രൂപത്തിൽ താപനില ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ദാഹജലം എത്തിക്കുക എന്ന അതിപ്രധാനമായ ഒരു ദൗത്യമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വിവിധ ഭാഗങ്ങളിൽ തുടക്കം കുറിച്ചത്. അത് വലിയ വിജയകരമായിരുന്നു. ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. യാത്രക്കാർക്കുൾപ്പെടെ പല മേഖലകളിലും ദാഹജലം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയുടെ ഈ തണ്ണീർപ്പന്തൽ ഏറ്റവും ആശ്വാസകരമായി വരുന്നു എന്നുള്ളതാണ് അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞത്. സഹകരണ മേഖല ഈ കാലഘട്ടം മാനസികമായി സന്ദർഭോചിതമായി ഇടപെട്ട് ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിക്കുന്ന പോലെ ഏതാണ്ട് 2300-ൽ പരം ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് വെച്ചു കൊടുക്കാനും സൗജന്യമായി സഹകരണങ്ങൾ സമാഹരിച്ചു കൊടുക്കുന്ന രംഗത്ത് സഹകരണ മേഖലയാണ് ഇടപെട്ടിരുന്നത്. അതേപോലെ തന്നെ നല്ല രൂപത്തിലുള്ള വിഭവ സമാഹരണം നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാത്യു സാർ സംസാരിക്കും. സാറിന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയരായ നമ്മുടെ നേതാവും നടന്നു എന്നുള്ള അതീവ സന്തോഷകരമാണ്. ഇതിന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നടന്നുകൊണ്ട് നിൽക്കുന്നു. അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു മിന്നാമിനിങ്ങിന്റെ നുറങ്ങുവെട്ടം പോലെ ഈ ജീവജലം നൽകുവാനുള്ള സഹകരണ പ്രസ്ഥാനത്തിന്റെ തീരുമാനത്തിന്റെ ആരംഭമാണ് ഈ യോഗ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ആദരണീയായ സഹകരണ തുറമുഖ വകുപ്പ് നിർവഹിച്ച ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ ചേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ